ഹലോ ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഷിവാസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമ്മൾ മണിയേട്ടൻ്റെ നാടായ ചാലക്കുടിയിലാണുള്ളത്. ചാലക്കുടി പുഴയുടെ വിശേഷങ്ങൾ ഒത്തിരി നമ്മൾ മണിയേട്ടൻ്റെ പാട്ടിലെ കൂടെയും ഒക്കെ കേട്ടതാണ്. അതിൽ നിന്ന് വരുന്ന ഒരു അരുവിയല്ല, വളരെ വിശാലമായി ഒഴുകുന്ന ഒത്തിരി പാറക്കൂട്ടങ്ങളിലൂടെ ഒഴുകുന്ന ഒരു വെള്ളത്തിൻ്റെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. ഒരു വലിയ പച്ച മലനിരേൻ്റെ താഴെ ഇത്ര വിശാലമായ ഒരു പുഴയോ അല്ല, ഒരു വിശാലമായൊരു അരുവി. അത് കാണാൻ വളരെ രസമുണ്ട്. ഇത് നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന വഴിയിൽ ഉള്ള ഒരു വിഷ്വലാണ്. വളരെ മനോഹരമായിട്ടുണ്ട്. അത്ര ആഴമില്ല, എന്നാൽ നിറച്ചും പാറക്കൂട്ടങ്ങളാണ് താനും. അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു ക്ലെൻലിനെസ്, അത്രയും നീറ്റായിട്ടുള്ളൊരു വെള്ളവും അതിൻ്റെ ഒരു വിശാലതയും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. അതിൻ്റെ ബ്യൂട്ടി കണ്ടു നോക്കാം. തെങ്ങും തോപ്പുകളാണ്. പക്ഷേ ഇത് അതിമനോഹരമായ ഒരു പന എൻ്റെ തോട്ടമാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ ഒരു പന എൻ്റെ തോട്ടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിവിടെ ഇറങ്ങിയത്.
തെങ്ങിൻ തോപ്പ് പോലെ തന്നെ ഉണ്ട് കാണുമ്പോൾ. പക്ഷേ കാണാൻ തെങ്ങിനെക്കാളും കുറച്ചും കൂടെ വലുതാണ്. പനങ്കള്ള്, പന ശർക്കര എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പനയുടെ ഇങ്ങനൊരു തോട്ടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് റിയൽ ബ്യൂട്ടി അത് ഈ പിക്ചറിൽ കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ വളരെ മനോഹരമാണ് കാണാൻ. അപ്പോൾ പനന്തോട്ടം കാണാം. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോയ ഞങ്ങൾക്ക് നിരാശയായിരുന്നു ഫലം. എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും തുറന്നിട്ടുണ്ട് എന്ന് വാർത്ത വന്നിരുന്നുവെങ്കിലും അതിരപ്പള്ളിയിലേക്കുള്ള ടൂറിസ്റ്റുകളെ ഇപ്പോൾ പ്രവേശിപ്പിക്കുന്നില്ല. അതിൻ്റെ ഒരു ഇൻഫർമേഷൻ ചാലക്കുടിയിൽ നിന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർ 35 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് അതുവരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അതിരപ്പള്ളിയിലേക്ക് ടൂറിസ്റ്റുകളെ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം. വളരെ നിരാശ തോന്നി ആ സമയത്ത്. ഞങ്ങളവിടെ നിന്ന് ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഒത്തിരി ആൾക്കാർ കേരളത്തിൽ നിന്നും അതിന് പുറത്തും ഒക്കെ ട്രാവൽ ചെയ്ത് വന്ന് നിരാശയോടുകൂടെ തിരിച്ചു പോകുന്നൊരു കാഴ്ചയാണ് ഞങ്ങൾ അവിടെ കണ്ടത്. ഒത്തിരി ഹിന്ദി, മലയാളം, തമിഴ് എല്ലാ സിനിമകളും ഷൂട്ട് ചെയ്ത ഒരു സ്ഥലം കൂടിയായിരുന്നു. ഇൻക്ലൂഡിങ് മണിരത്നത്തിൻ്റെ രാവണൻ പറയുന്ന ഫിലിമിലെ സോങ്സും ബാഹുബലി ഫിലിംസിൻ്റെ ഉള്ള വിഷ്വൽസും ഒക്കെ ഷൂട്ട് ചെയ്ത് അതിമനോഹരമായ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പറ്റിയില്ല. അതിൻ്റെ വഴിയിൽ കണ്ട കാഴ്ചകൾ കൊണ്ട് തൃപ്തി അടിയേണ്ടി വന്നു ഞങ്ങൾക്ക്. പക്ഷേ വഴിയിൽ കണ്ട കാഴ്ചകളും അതിമനോഹരമായിരുന്നു. നിങ്ങളത് എൻജോയ് ചെയ്തുവെന്ന് വിശ്വസിക്കുന്നു. ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ.